ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ ഇടാൻ ലേറ്റായി പോയതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് എണീറ്റ് 4 മണിക്കായിട്ട് എണീറ്റത്. പിന്നെ തലേന്നൊക്കത്തെ ചിക്കൻ കറിയും പിന്നെ മുട്ട പൊരിച്ചത് അച്ചാറും ഉപ്പേരിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ അത്താഴമൊക്കെ ഞങ്ങൾ എല്ലാവരും കഴിച്ച് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. പിന്നെ ഒരു നേരം വെള്ളം വരുള്ളായിരുന്നു. അപ്പോൾ എന്തൊക്കെ പിന്നെ കുളി നനയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പിന്നെ പുറത്തൊക്കെ ഒന്നിരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഒരു മൂന്നല്ല 2:30 മണിയായപ്പോൾ എന്താക്കി പിന്നെ ഒന്ന് കിടന്ന് എണീറ്റു കേട്ടോ. അങ്ങനെ പിന്നെ ഫസ്റ്റ് തന്നെ ഉള്ളിവട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിലേക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് പിന്നെ കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ കൈനൊക്കെ കവറൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അരിഞ്ഞത്. പിന്നെ ഭയങ്കര എരിവും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് പിന്നെ മുളകും പൊടിയൊക്കെ ചേർത്ത് കണ്ട് എന്താക്കി കുഴച്ചെടുത്ത് പിന്നെ അതിലേക്ക് കടലമാവും മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. പിന്നെ ഈ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പിന്നെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉള്ളിവട ഒന്നും ആർക്കും ഉണ്ടാക്കാൻ അറിയാത്ത കേടുണ്ടാവില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പല വിധത്തിലായിരിക്കും ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഇതേ കുഴച്ചെടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് പിന്നെ ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്നിട്ടോ. കാരണം എല്ലാം മറന്നേക്കണം കേട്ടോ. കാരണം നോമ്പ് തലയിൽ കയറിയിരിക്കണ തോന്നണം കേട്ടോ. എന്തായാലും കുറച്ചൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ കറിവേപ്പിൻ്റെ ഒരു മല്ലിച്ചപ്പ് അങ്ങനത്തെ ഒക്കെ ഒന്ന് ഇട്ട് കണ്ട് എന്താക്കി ഒന്ന് കുഴച്ചെടുത്തിട്ട് അവിടെ പിന്നെ ഒന്ന് കുറച്ച് നേരം അവിടെ വെച്ചിട്ടോ. പിന്നെ നമുക്ക് പത്തിരിയായിട്ട് ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് പത്തിരി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു ചോറ് എന്തെങ്കിലും വെച്ചോടി, പിന്നെ നെയ്ച്ചോറോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചോ എന്നാണ് കേട്ടോ. നനക്കൊരാക്കം കിട്ടുമല്ലോ എന്നാണ്. മറ്റേ നമ്മളൊരാൾ തന്നെ അല്ലേ ഉള്ളൂ പണിയെടുക്കാൻ എന്നിട്ട് ഇവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച സാരമില്ല, ഫസ്റ്റത്തെ ദിവസമല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പത്തിരി തന്നെ ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ കുട്ടികളുള്ളതല്ലേ, ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ പിന്നെ മക്കൾ എന്തായാലും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവരും എന്തായാലും കൂടും കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടോ ഇവിടെ വാട്ടിയെടുത്ത് അവിടെ ഒന്ന് മൂടി വെച്ചിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് വേണ്ടിയിരുന്നിട്ട്, അപ്പോൾ ഞാൻ എന്തൊക്കെ ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞാണ്ട് എന്തൊക്കെ വാട്ടാനിട്ടു കേട്ടോ. കാരണം എന്നാൽ കോഴി കൊടുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതായിക്കൊണ്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്നിട്ട്. അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ എന്തൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതൊന്ന് വാട്ടിയാണ്ട് അവിടെ മൂടി വെച്ചിട്ടോ. പിന്നെ അങ്ങനെ ഞാനത് പിന്നെ മാവ് കുഴക്കാറുണ്ട്. പിന്നെ നമ്മളെ മുറണ്ടല്ലോ അതിലേക്ക് പിന്നെ മാവ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് എന്താക്കി കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഞാൻ എന്താക്കി അയക്കണ്ടിട്ടുകൊണ്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട്, കാരണം ഇവിടെ പിന്നെ ഇതൊന്നുമില്ല കേട്ടോ, സ്ലാവും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇത് സ്റ്റേറ്റിൻ്റെ പാടിയായതുകൊണ്ട് ഈ ചെറിയ തിണ്ടുള്ളൂ, ടൈമിലൊന്നും നമുക്ക് കുഴക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്താക്കിയ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടോ. മേശമ പോയിട്ടായിട്ട് ഉണ്ടാക്കണം. പിന്നെ ചിക്കൻ കൊടുത്തപ്പോൾ ഞാൻ വേഗം എന്താക്കിയത് കഴുകിയിട്ട് പിന്നെ ഞാൻ അതിലിട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ചിട്ട് അങ്ങനെ കറി വേവിച്ചെടുത്തിട്ടോ. അപ്പോൾ പിന്നെ ഉരുളകളാക്കി കൊടുത്തപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, പിന്നെ അമ്മച്ചി പിന്നെ വേറെയുള്ള പണികളെടുത്തോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മൂത്താൾ പറഞ്ഞു ഞാൻ പിന്നെ വേഗം വെള്ളം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എന്താക്കി ഓന് വെള്ളം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടോ. പിന്നെ ചെറിയ മോനപ്പത്തിന് പെരത്തിങ്ങാണ്ട് അങ്ങനെ പിന്നെ പൊടി തട്ടിയിട്ടില്ല, അങ്ങനെ പിന്നെ അയക്കങ്ങനെ വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഞാൻ പൊടി തട്ടി കൊടുത്തിട്ടോ. പിന്നെ എന്താക്കി പിന്നെ മോൻ്റെ വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മോന് വന്നുകൊണ്ട് പിന്നെ ഓന് പെരത്തി മറ്റവനും പൊടി തട്ടി, അങ്ങനെ 2 പേരും പാടിയിട്ടത് എനിക്ക് സെറ്റാക്കി എടുത്തുന്നത്. അങ്ങനെ ഫുള്ളും പെരത്തിയതൊക്കെ ഓര് തന്നെയാണ് കേട്ടോ. പിന്നെ അതേ ഞാനിവിടെ തരി ഉണ്ടാക്കി വെച്ചു. എന്തായാലും ഫസ്റ്റത്തെ ദിവസമല്ല, അപ്പോൾ എല്ലാം അങ്ങോട്ട് ഉണ്ടാകട്ടെ, പിന്നെ എപ്പോഴും അങ്ങനെ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഒന്നും ഒരു കുറവും വരുത്തിയില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നോമ്പായതുകൊണ്ട് നമ്മൾ അവർ പറയുന്നതനുസരിച്ച് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് എന്തായാലും തൈര് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കിയത് പിന്നെ നമ്മളെ റവയും പിന്നെ കുറച്ച് സേമിയയും ഇട്ടിക്കണ്, നെയ്യ് ഒഴിച്ച് ആദ്യം ഒന്നങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ പാല് തിളപ്പിച്ചിട്ടാട്ടോ ഒഴിച്ചേക്കണം, കാരണം എന്തെങ്കിലും പിന്നെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ പത്തിരി ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ പത്തിരി. പിന്നെ അങ്ങനെ തരിൻ്റെ പരിപാടിയും കഴിഞ്ഞു, പത്തിരിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി എണ്ണക്കടി ഉണ്ടാക്കാനുള്ള കേട്ടോ. പുള്ളിയോടൊക്കെ കുഴച്ച് നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പസോട്ട് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് ഞാൻ പിന്നെ ഉള്ളിവട ഉണ്ടാക്കാൻ, ഉള്ളിവടക്ക് പിന്നെ ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികളെപ്പോഴും പറയും കേട്ടോ, കുട്ടികളും ഒരു എപ്പോഴും പറയും കേട്ടോ അത് എട്ടുകാലിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ സാരില്ല തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ നോക്കിയാൽ മതിയെന്ന് പറയും കേട്ടോ, തമാശക്ക് പറയുന്നതാണ്. പിന്നെ നമ്മൾ തരിക്ക് നമുക്ക് എന്താക്കുക ഉള്ളി വറുത്തിട്ടാട്ടോ ഞാൻ ഇടുന്നത്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞാൻ പിന്നെ അതും അതിക്ക് റെഡിയാക്കിയിട്ട് പിന്നെ ചായക്ക് വെക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ചായക്ക് വെച്ചിട്ടോ. പിന്നെ പാല് തിളപ്പിച്ച് അതിലേക്ക് എന്താക്കി പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടോ. അങ്ങനെ അതൊക്കെ ചായയൊക്കെ റെഡിയായി. പിന്നെ നമ്മളെല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ
ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ 3 പേരും ഇവിടുന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ എളുപ്പം ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടോ. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തുണ്ടാക്കി നോമ്പൊക്കെ തുറന്ന് പിന്നെ ലോഡ് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നെല്ലാം കുറേ കഴുകി കൊണ്ട് അയച്ചതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകിയെടുത്തു കേട്ടോ. കാരണം എന്താ നമ്മൾ ഒറ്റക്കായതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ടൈമൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ പിന്നെ നമുക്ക് രാത്രി ഫുഡ് കഴിക്കാനായി. ഞങ്ങളൊരു 9 മണിയായപ്പോൾ കാക്ക വന്നതിൻ്റെ ശേഷമാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ പത്തിരി ഇറച്ചി കറി കൂട്ടി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് റാത്തായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, എത്ര ക്ഷീണമുണ്ടെങ്കിലും എൻ്റെ മക്കൾ എന്നെ എല്ലാ കാര്യത്തിലും സഹായിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.